ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ കഥയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കഥാപാത്രത്തിൻ്റെ പേര് സന്ധ്യ എന്നാണ് കേട്ടോ. സന്ധ്യ ഒരു വീട്ടമ്മയാണ്. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അവൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഒരു കഥയാണ് കേട്ടോ ലളിതമായിട്ട് പറയുന്നത്. അപ്പം ഞാനിനി പറയാൻ പോകുന്നത് സന്ധ്യയുടെ ശബ്ദത്തിലാണ് കേട്ടോ. എല്ലാവരും കഥ കേൾക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എപ്പോഴും പറയുന്നത് പോലെ ഒരു സാധാരണ വീട്ടമ്മയുടെ ജീവിതമായിരുന്നു എൻ്റേതും. വീട്, കുട്ടികൾ, ഭർത്താവ്. ഇതിനിടയിൽ എനിക്ക് വേണ്ടത് എന്താണെന്ന് പോലും ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് കഠിനമായ ഒരു നടുവേദന കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നത്. ആദ്യത്തെ ദിവസം ആ ഒരു ഹോസ്പിറ്റൽ മുറി ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു മടുപ്പായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഭർത്താവാണെന്നുണ്ടെങ്കിൽ ജോലി തിരക്ക് കാരണം വൈകുന്നേരം മാത്രമേ വരാനുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിമിഷം ആ ഒരു ഏകാന്തതയിൽ ഞാൻ വെറുതെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഡോറ് തുറന്ന് ഒരാളിങ്ങനെ കയറി വരുന്നത്. ഹലോ, സന്ധി ചേച്ചിയല്ലേ? ആ ശബ്ദം കേട്ട സമയത്ത് തന്നെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ഒരു നേഴ്സാണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നല്ല ഉയരം, കാണാൻ ലുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനെ കണ്ട സമയത്ത് തന്നെ ഞാനൊന്ന് നോക്കി. ശരിക്കും നല്ല ലുക്കുള്ള ഒരു ചെറുക്കനാണ്. ഇത്രയും ഭംഗിയുള്ളൊരു മെയിൽ നേഴ്സിനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പ്രതീക്ഷിച്ചതേയില്ല. അവൻ വന്ന് കയറിയ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ജിതിൻ, ഈ വാർഡ് ഡിസ്ചാർജ് എനിക്കാണെന്ന്. ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ നിമിഷം അവൻ എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. അവൻ അടുത്ത് വന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേകമായ മണം, അതാണെങ്കിൽ ആ ഒരു മുറിയിലാകെ പടർന്നു. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മരുന്നിൻ്റെ മണമല്ല, വല്ലാതെ ആകർഷിക്കുന്ന ഒരു പെർഫ്യൂമിൻ്റെ മണം. അത് തന്നെയായിരുന്നു അത്. അവൻ ബെഡിന് തൊട്ടടുത്ത് വന്ന് നിന്നു. പതുക്കെ എൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ആ നിമിഷം പൾസ് നോക്കിയാണെന്ന് എനിക്കറിയാം. ആ ഒരു നിമിഷം അവൻ്റെ കൈവിരലുകൾ എൻ്റെ തൊലിപ്പുറത്ത് അമരുകയായിരുന്നു ചെയ്തത്. ബി പി ഒന്ന് നോക്കട്ടെ കേട്ടോ, അവൻ പതുക്കെ പറഞ്ഞു. അവൻ ബി പി നോക്കാനായി എൻ്റെ കൈ മടക്കി വെച്ചു. അവൻ്റെ മുഖം എൻ്റെ മുഖത്തിന് തൊട്ടടുത്തായിട്ടാണ്. ഇപ്പോൾ അവൻ്റെ ശ്വാസം പോലും എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. മീര ചേച്ചിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ. പൾസ് റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. എന്തെങ്കിലും പേടിയുണ്ടോ ചേച്ചിക്ക് എന്നവൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു. ഞാൻ വേഗം കണ്ണുകൾ താഴ്ത്തി, ഒന്നുമില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ ഒരു പേടി, അത്രയേ ഉള്ളൂ എനിക്ക്. ഞാനത് അവനോടായി പതുക്കെ പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് അവനൊന്ന് ചിരിച്ചു. ആ ചിരിയിലാണെങ്കിൽ എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയട്ടോ. ശേഷം അവൻ പോകുന്നതിന് മുമ്പ് എൻ്റെ പുതപ്പൊന്ന് നേരെയാക്കി തന്നു. ആ സമയം അവൻ്റെ കൈകൾ എൻ്റെ കാൽവിരകളിൽ ഒന്ന് സ്പർശിച്ചു. അതിനുശേഷം എന്നോടായിട്ട് അവൻ പറഞ്ഞു, സാരമില്ല ചേച്ചി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ചേച്ചിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാട്ടോ. അവൻ വാതിക്കലെത്തി ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചിട്ട് പുറത്തേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞിട്ടും ആ മുറിയിൽ അവൻ്റെ ആ പെർഫ്യൂമിൻ്റെ മണം ബാക്കിയുണ്ടായിരുന്നു. എന്തോ എൻ്റെ ഹൃദയമെടുപ്പ് അപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. അങ്ങനെ കുറേ സമയങ്ങൾ കഴിഞ്ഞു. ജിതിൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു നിശബ്ദതയായിരുന്നു റൂം മൊത്തം. ഹോസ്പിറ്റൽ ആകെ ശാന്തമായി കിടക്കുന്നത് പോലെ. ഇടനാഴിയിൽ വെളിച്ചം കുറഞ്ഞു വന്നു. എൻ്റെ റൂമിൽ ആ ഒരു ചെറിയ ലാമ്പ് തെളിഞ്ഞു നിന്നു. പുറത്തുനിന്ന് മഴ പെയ്യുന്നത് ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിക്കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തിരയുന്നുണ്ടായിരുന്നു. ആ നിമിഷം അങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു അവിടുത്തെ മുറിയുടെ വാതിൽ തുറക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അകത്തേക്ക് കയറി വരുന്നത് ജിതിൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഫയലുകളൊന്നുമില്ല. അവൻ പതുക്കെ പതുക്കെ എൻ്റെ ബെഡിനരികിലേക്ക് നടന്നു വന്നു. സന്ധ്യ ഇതുവരെ ഉറങ്ങിയില്ലേ? അവൻ്റെ ശബ്ദം ആ രാത്രിയിൽ വല്ലാത്തൊരു സംഗീതം പോലെ എനിക്ക് തോന്നി. ആ സമയം അവൻ നേരത്തെ എന്നെ ചേച്ചിയെന്ന് വിളിച്ച് ഇപ്പോൾ ചേച്ചിയെന്ന് വിളിക്കാതെ പേര് മാത്രം വിളിച്ചത് ഞാനത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു. ഇല്ല, ഉറക്കം വരുന്നില്ല ജിതിൻ. ഈ വേദനയും പിന്നെ എന്തൊക്കെയോ ചിന്തകളും. ഞാനത് പതുക്കെ പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ ബെഡിനെ ഒരു വശത്തായിട്ടിരുന്നു. എനിക്കറിയാം, ഈ ഹോസ്പിറ്റലിൽ ഈ രാത്രികൾ വല്ലാത്തൊരു ശ്വാസമുട്ടലാണ്, പ്രത്യേകിച്ച് മീരയെപ്പോലെ ഒരാൾക്ക്. അത് പറഞ്ഞു തീരുന്ന സമയം തന്നെ അവൻ വിരലുകൾ കൊണ്ട് എൻ്റെ കൈപ്പത്തിയിൽ ഒന്ന് പതുക്കെ തഴുകി, ഒരാശ്വാസം എന്ന പോലെ. വർഷങ്ങൾക്ക് ശേഷമായിരുന്നു എനിക്ക് ഈ ഒരു കരുതൽ ആദ്യമായിട്ട് കിട്ടുന്നത്. ജിതിൻ, നീ ഇതിപ്പം വന്നത്? നിന്റെ ഡ്യൂട്ടിയൊന്നും കഴിഞ്ഞില്ലേ? ഞാൻ അവിടെ ചോദിക്കുന്ന സമയത്ത് അവൻ എൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു കാന്തികതയുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞു, പക്ഷേ മീര ഈ അവസ്ഥയിലിട്ടിട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല.
എന്തോ ആ നിമിഷം ഇങ്ങോട്ട് വരാൻ തോന്നി. ആ നിമിഷം അവൻ പതുക്കെ എഴുന്നേറ്റ് എൻ്റെ തലക്കിൽ വന്നിരുന്നു. എന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഒന്ന് കൈവച്ചു. പനി കുറവുണ്ടോ എന്ന് നോക്കട്ടെ, അവൻ പറഞ്ഞു. ശേഷം അവൻ്റെ കൈകൾ നെറ്റിയിൽ വെച്ച് എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ആ, തൻ്റെ പനി സ്വല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നടുവിന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഞാൻ എന്തെങ്കിലും ഒന്ന് തിരുമ്മി എന്തെങ്കിലും തന്നു കഴിഞ്ഞാലോ എന്നവൻ എന്നോട് പറയുന്ന സമയത്ത് ഞാൻ തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ 2 വിരലിൽ കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഒന്ന് തിരുമ്മി തന്നു. ആ സമയത്ത് എത്രയോ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആ മസിലുകൾ ഒന്ന് റിലാക്സ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് അവൻ ചോദിച്ചു, സുഖമുണ്ടോ സന്ധ്യ? എന്ന് ഞാൻ മൂടി. ആ സമയം ഞാൻ കണ്ണുകൾ അടച്ച് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. പെട്ടെന്ന് ആ ഒരു നടുവേദന ഒന്ന് മാറിയതുപോലെ എനിക്ക് തോന്നി. ആ നിമിഷം ആ കൈവിരലുകൾ എന്തോ ഒരു മായാജലം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ നിമിഷം തന്നെ രാത്രിയുടെ നിശബ്ദതയിൽ മഴയുടെ സംഗീതത്തിനൊപ്പം ഞങ്ങളുടെ ശ്വാസഗതിയും ഉണർന്നു. ആ ഒരു സമയവും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല. പകരം ആ രാത്രി മുഴുവൻ എനിക്കായി കാവലായിരുന്നു. ഒരു നിമിഷം എന്നതുപോലെ എനിക്ക് തന്നെ തോന്നി. എൻ്റെ ഓരോ ശ്വാസവും അതറിഞ്ഞുകൊണ്ട് അവൻ എനിക്ക് അരികിലായി തന്നെയിരുന്നു. പിറ്റേന്ന് രാവിലെ വെളിച്ചം വീഴുമ്പോൾ ഞാൻ ഉണർന്നത് വല്ലാത്തൊരു ഉന്മേഷത്തോടെയായിരുന്നു. ഞാൻ ഉണരുന്ന സമയത്ത് ജിതിൻ അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പുതപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് അവനിരുന്ന ആ ഒരു പെർഫ്യൂമിൻ്റെ മണം അപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി, ആ ഒരു ആശുപത്രി മുറി അത് എനിക്കൊരു വല്ലാത്തൊരു സുരക്ഷിതത്വവും സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ വല്ലാത്തൊരു തിരക്കുണ്ടായിരുന്നു. ഇടനാഴിയുടെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും ഓടി നടക്കുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ജിതിൻ മുറിക്ക് മുന്നിലൂടെ പോകുന്നൊക്കെയുണ്ട്. പക്ഷേ അവൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ആ ഒരു അവഗണന പോലും ശരിക്കും എന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഇന്നലെ അവൻ ഇവിടെ വന്നിരുന്നത് അതൊരു വെറുമൊരു നേഴ്സിംഗ് ഡ്യൂട്ടി മാത്രമായിരുന്നോ, അതോ എന്നോടുള്ള സ്നേഹമോ കരുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ എന്ന് ഞാൻ ഓർത്ത് വല്ലാണ്ട് വിഷമിച്ചു. ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഉറക്കത്തിൽ വീഴുന്ന ആ ഒരു സമയം. പക്ഷേ ആ ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അവിടെ നിന്ന് നിൽക്കണേന്ന്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭർത്താവ് വന്നിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് നേരെ പോയി, ഏകദേശം ഒരു 9 മണി വരെ. അദ്ദേഹത്തിനാണെങ്കിൽ ഓഫീസിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ആ നിമിഷം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടമായി. അപ്പോൾ തന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുകയായിരുന്നു. മനസ്സ് നിറയെ ദേഷ്യവും സങ്കടവും അങ്ങനെയൊക്കെ ഒളിച്ചു വെക്കുന്ന സമയത്തായിരുന്നു എപ്പോഴോ വീണ്ടും കതക് മെല്ലെ ഇങ്ങനെ തുറക്കാൻ തുടങ്ങി. ആ നിമിഷം അകത്തേക്ക് വരുന്നത് ജിതിനായിരുന്നു. അവൻ ഒന്നും മിണ്ടാതെ എൻ്റെ ബെഡിനരികിലേക്ക് വന്നിരുന്നു. ഞാൻ മുഖം തിരിച്ചും കിടന്നു. പെട്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു, മീരെന്താ ദേഷ്യത്തിൽ വല്ലതാണോ? അവൻ പതുക്കെ പതുക്കെയുള്ള വിളി കേട്ടപ്പോൾ തന്നെ എനിക്ക് പകുതിയും ദേഷ്യം പോയി. കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോയതല്ലേ, നിനക്ക് നല്ല തിരക്കല്ലായിരുന്നോ എന്നൊക്കെ ഞാൻ പരിഭവിച്ച് പറയുന്ന സമയത്ത് അവൻ പതുക്കെ ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ഇവിടെ എല്ലാവരും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്ക് നിന്നെ മാത്രം അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാനെപ്പോഴും ഇവിടേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം അവൻ എന്നോട് പറഞ്ഞു. ഒരു നിമിഷം ആ ഒരു വാക്കുകൾ മതിയായിരുന്നു എനിക്ക്. പെട്ടെന്ന് ആ ഒരു വിരലുകൾ എൻ്റെ തലമുടിയിലൂടെ ഒന്ന് തലോടി. ഒരു ഡോക്ടർ രോഗി എങ്ങനെയാണോ ആശ്വസിപ്പിക്കുന്നത്, എന്തോ ഒരു സാമീപ്യം എന്നതുപോലെ എനിക്കത് ഫീൽ ചെയ്തു. ആ നിമിഷവും അവൻ്റെ സ്നേഹത്തോടെയുള്ള ഒരു കരുതൽ പെട്ടെന്ന് എൻ്റെ വെള്ളിമാലയിൽ സ്പർശിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു കുളിർ തോന്നിയിരുന്നു. കാരണം വെള്ളിമാലയുടെ തണുപ്പാണല്ലോ. പെട്ടെന്ന് തന്നെ എനിക്കത് ഫീൽ ചെയ്തു. ഇന്ന് നിന്റെ വേദനയൊക്കെ എങ്ങനെയുണ്ട്? അവൻ എൻ്റെ ശ്വാസത്തിനടുത്ത് വന്നിട്ട് ചോദിച്ചു. എനിക്കിപ്പോൾ വേദന ശരീരത്തിന് നല്ല കുറവുണ്ട്, പക്ഷേ മനസ്സെപ്പോഴും അസ്വസ്ഥമാണ് ജിതിൻ. ഇപ്പോൾ കൂടെ ആരുമില്ലല്ലോ, അതിൻ്റേതായ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലുണ്ട് എന്ന് ഞാൻ ജിതിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ എന്നോടായിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനിന്നൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ തരാം, അല്ലാതെ ഇത് നടക്കില്ലല്ലോ. ഇങ്ങനെ വേദനയും വെച്ചുകൊണ്ടിരുന്നിട്ട് മനസ്സിന് വേദന ശരീരത്തിന് വേദന ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജിതിൻ അവൻ്റെ ബാഗ് എടുത്ത് വെച്ചു. പെട്ടെന്ന് അതിൽ നിന്നും എന്തോ ഒരു ഓയിൽ പോലെ സാധനം, ഇനി മരുന്നാണോ എന്താണെന്നറിയില്ല, ചെറിയൊരു ടെപ്പയിലായിരുന്നു ആ സാധനം ഉണ്ടായിരുന്നത്. അതെടുത്ത് ആ കൈവെള്ളയിലോട്ട് പുരട്ടുന്ന സമയത്ത് തന്നെ
പെട്ടെന്നെന്തോ നല്ലൊരു ഗന്ധം അവിടെ മൊത്തം പരന്നു. അതിന് വല്ലാത്തൊരു ഗന്ധത്തിൻ്റെ മണമുണ്ടായിരുന്നു. ആ ഒരു എണ്ണ കയ്യിൽ പുരട്ടിക്കൊണ്ട് എൻ്റെ കഴുത്തിന് പിന്നിൽ ആ തള്ളവിരലും ചൂണ്ടുവിരലും സ്പർശിച്ചുകൊണ്ട് തടവുന്ന സമയത്ത് എനിക്ക് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ആദ്യം. പതുക്കെ പതുക്കെ ആ വേദന കുറയാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ജിതിൻ, എനിക്കിപ്പോൾ നല്ല വേദന കുറവുണ്ട്. എന്തോ നിന്റെ കരം സ്പർശിച്ചതുപോലെ എന്തോ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു മാജിക്ക് നിന്റെ കൈകളിലുണ്ട് കേട്ടോ, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് അവൻ എന്നോടായിട്ട് പറഞ്ഞു, മീര, നിന്റെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ്. എന്തോ വല്ലാണ്ട് തളർന്നു പോയിരിക്കുന്നു. ഇതിന് ആ ഒരു അതിനു വേണ്ട പരിപാലനം നിനക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാത്രം അവൻ പറഞ്ഞു. അന്നത്തെ ദിവസം ഒരുവിധം മാറ്റവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ചെറിയ പനിയുടെ അത് അത്യാവശ്യം നല്ലപോലെ മാറിയിട്ടുണ്ട്. എനിക്കിപ്പം കുഴപ്പമില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. പെട്ടെന്ന് ഞാൻ ജിതിനോട് പറഞ്ഞു, എടാ, എനിക്കിപ്പം ഓക്കെ ആയിട്ടില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് അവൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു, നാളെ നീ ഡിസ്ചാർജാണ് മീര. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണില്ല കേട്ടോ, അവൻ സങ്കടത്തോടെ പറഞ്ഞു. ആ ഒരു നിമിഷം ജിതിനുമായിട്ടുള്ള സൗഹൃദം എനിക്ക് മറക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം അവൻ തന്ന ആ ഒരു പ്രേരണയും കെയറും കാര്യങ്ങളും അതെപ്പോഴും എനിക്ക് മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. അന്ന് രാവിലെ ഉറക്കമുണർന്ന സമയത്ത് എന്തോ നെഞ്ചിലൊരു ഭാരം പോലെയായിരുന്നു. വല്ലാത്തൊരവസ്ഥ. ഡിസ്ചാർജ് പേപ്പറുകൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബില്ലടയ്ക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഈ ഒരു ഹോസ്പിറ്റൽ വിട്ട് വീട്ടിലേക്ക് തന്നെ പോകണം. ആദ്യമൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നെങ്കിലും പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരുന്നത് അത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അവർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ ഒരവസ്ഥയായിരുന്നു ജിതിനുമായിട്ട്. ഞാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ ചെന്ന് ജിതിനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ ആ റൂമിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ അടുത്ത് അകത്തേക്ക് വരാൻ പറഞ്ഞു. ശേഷം ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒരു പുഞ്ചിരിയോടെ അവൻ എന്നോട് ചോദിച്ചു, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഇത് ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. ഇപ്പോൾ നിന്റെ നടുവേദനയും കഴുത്തുവേദനയൊക്കെ എങ്ങനെയുണ്ട്? ഒരുവിധം ഓക്കെ ആയോ എന്നവൻ പറയുന്ന സമയത്ത് ആ ആ മരുന്നിട്ട് തടവിയപ്പം ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് അവൻ എൻ്റെ കണ്ണുകളിൽ നോക്കിയെന്ന് ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം നേരെ ആ ബാഗിലേക്ക് പോയി. ഞാൻ ആ മെഡിസിൻ എടുത്ത് തരാം, അതെടുത്ത് നീ ഒന്ന് തേച്ച് നോക്ക്, ആരെങ്കിലും കൊണ്ട് ഒന്ന് തേപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവനത് എൻ്റെ കയ്യിലേക്ക് എടുത്തുന്ന സമയത്ത് ഞാൻ തന്നെ അവനോട് പറഞ്ഞു, ഏതായാലും ഇത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ ജിതിൻ, എനിക്കിത് കൊണ്ടുപോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ ഒരു ദയനീയത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വീട്ടിലോട്ട് വരാം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ ശേഷം ഞാൻ അവൻ്റെ നമ്പർ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ആകെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകേണ്ടവർ പോയി, പഠിക്കാൻ പോകേണ്ടവർ പോയി. ഞാൻ പിന്നെ ഒറ്റയ്ക്കായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, ജിതിനിന്ന് ഓഫ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിക്കാമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ നടുവേദന തോന്നി തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ചിലപ്പം അതിൻ്റേതായിരിക്കും, ജിതിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കത്തില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫോണെടുത്ത് അവനെ വിളിച്ചു. ജിതിൻ, ഒന്ന് ഇങ്ങോട്ട് വരാമോ? എനിക്ക് നല്ല നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു വേദന, അത്ര മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കേട്ട സമയത്ത് തന്നെ അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അവിടേക്ക് വരികയും ചെയ്തു. പെട്ടെന്ന് ഞാൻ അവനെ കണ്ട സമയത്ത് ഒരുപാട് സന്തോഷമായി. 2 ദിവസം കാണാതിരുന്നിട്ട് കാണുകയല്ലേ, അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിൻ്റെ ആ ഒരു സംസാരവും അതെല്ലാം ഞാൻ മിസ് ചെയ്തിരുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് കൊണ്ട് അവനോട് ചോദിച്ചു, നീ ഈ ആയുർവേദവും കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ചിട്ടുണ്ട്? ശരിക്കും അവിടെയാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, അതെങ്ങനെയായിരുന്നു? അപ്പം തന്നെ അവൻ പറഞ്ഞു, ഞാനിത് ഓൾറെഡി പഠിച്ചു വെച്ചിരുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ കൂടെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ആവാമല്ലോ
എന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ മസാജ് കാര്യങ്ങൾ, തിരുമ്മൽ അതൊക്കെ നന്നായിട്ട് അറിയാം എന്ന് മാത്രം അവൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്കൊരു പുഞ്ചിരിയാണ് വന്നത്. ഓ, ഒരു സകലകല വല്ലവൻ തന്നെയാണല്ലേ, എല്ലാ കാര്യങ്ങളും അറിയാം, ഫുൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ ജിതിനുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവന് കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ അടുക്കളയിലേക്ക് വന്നായിരുന്നു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ പോയിരുന്നേ, ഇവിടെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, പിന്നെ വൃത്തികേടായിട്ട് കിടക്കുന്നു, അതിനേക്കാൾ അലമ്പായിട്ട് കിടക്കില്ലേ നമ്മുടെ ഹോസ്പിറ്റലും പരിസരമൊക്കെ, പിന്നെ അതിനേക്കാൾ വൃത്തികേടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ നിന്നു. അതെ, എനിക്ക് എന്നെ വിളിച്ച കാര്യം നടത്തണം, എനിക്ക് പോകേണ്ടതാണ് കേട്ടോ, എനിക്ക് അവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത്രയ്ക്ക് തിരക്കുള്ള ആളാണെന്ന് തുടങ്ങി അവൻ പൊക്കോളെ, എന്തിനാ വന്നത് എന്നൊക്കെ ഞാൻ ശകാരത്തോടെ പറയുമ്പോൾ ആൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾ വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ ഞാൻ വന്നിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, ഓഹോ, ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നല്ലേ എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്നു. ശേഷം അവന് ആ കുടിക്കാനുള്ള ചായയും കാര്യങ്ങളും കൊടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഞാനും അവനും കൂടെ തിരികെ ആ ഒരു സോഫയിൽ വന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, എവിടെ വേദന ഇപ്പം? ഞാൻ പറഞ്ഞു, നടുവിൻ്റെ ഭാഗത്ത് നന്നായിട്ട് വേദനയുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഈ മെഡിസിൻ ഇട്ടൊന്ന് തടവി നോക്ക്, എന്തെങ്കിലും പെട്ടെന്ന് മാറും, അത് ഇന്നലെ ഇട്ടതല്ലേ, അതിന് എഫക്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ഇടുന്ന സമയത്ത് തന്നെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഇതൊക്കെ ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എന്ന് അവൻ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു. ഓ, അത്രയേ ഉള്ളല്ലേ എന്ന് പറഞ്ഞ് ഞാനൊരു പരിഭവം പറയുന്ന സമയത്ത് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എന്തിനാ കുട്ടി എന്നെ വിളിച്ചത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഇരുന്ന് തരാമോ, മീൻസ് കസേരയിലായിട്ട്, എനിക്ക് അന്ന് തിരുമ്മി തള്ളാൻ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് കൊടുക്കുന്ന സമയത്ത് അവൻ്റെ കഴുത്തിൽ നന്നായിട്ട് തിരുമ്മി തരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് തോന്നി, അവന് ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ വേദനയും പിന്നെ ശരീരത്തിൻ്റെ വേദനയും പെട്ടെന്ന് മാറ്റാനുള്ള കഴിവുണ്ടെന്ന്. ചില മനുഷ്യർ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതും അപ്പുറം തന്നെയാണ് അവർ. പെട്ടെന്ന് 2 തിരുമ്മൽ തിരിഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, കുറയുന്നുണ്ടടാ നന്നായിട്ട് എന്ന് പറയുമ്പോൾ അവൻ നന്നായിട്ട് തിരുമ്മി തന്നു. അപ്പം തന്നെ ഒരു വേദന നന്നായിട്ട് മാറിയിട്ടുണ്ട്, എനിക്ക് തന്നെ അത് ഫീൽ ചെയ്തു. ചോ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ വിളിച്ചാൽ മതിയായിരുന്നു, വെറുതെ ആ ഹോസ്പിറ്റലിൽ കുറേ സമയം വന്ന് കിടക്കണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, ആ, ഇപ്പം ഹോസ്പിറ്റലിൽ വന്ന് കിടന്നത് നഷ്ടമായിപ്പോൾ അല്ലേ, ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ യാതൊരു കുഴപ്പമില്ലായിരുന്നു, പോകാൻ നേരത്താണെന്നുണ്ടെങ്കിൽ ബോറടിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്ന് അവൻ എൻ്റെ അടുത്തായിട്ട് പറയുമ്പോൾ ഞാൻ ചിരിതമാശയോട് പറഞ്ഞു, അത് അങ്ങനെ പറ്റിപ്പോയതല്ലേടാ. അങ്ങനെ കുറേ സമയം അവൻ എനിക്ക് തിരികെയും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ഇറങ്ങാനായിട്ടൊരുങ്ങി. ആ സമയത്ത് ഞാൻ അവനായിട്ട് പറഞ്ഞു, എടാ, എന്തെങ്കിലും കുടിച്ചിട്ട് കൂടി പോവാം, ഇതും കൂടെ കുടിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി അവന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചു. അവൻ അടുക്കളയിലേക്ക് വന്ന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പം അവിടെ നിന്ന് എന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ആശുപത്രിയിൽ പോയാലോ, അവിടെയാണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിക്കിടയിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ എന്ന് ചുമ്മാ തമാശ എന്ന പോലെ അവൻ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു നിനക്ക്. അപ്പോൾ അവൻ ഒരു പുഞ്ചിരിയോടെ ഒരു മൗനത്തോടെ ആദ്യം നിന്നെങ്കിലും പിന്നെ അവൻ പറഞ്ഞു, അടിപൊളിയായിരുന്നു, ഞാൻ ഇത്രയും പേഷ്യൻസിനെ ക്യാരി ചെയ്ത സമയത്ത് ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ. ഞാൻ ഒരാളുടെ അടുത്ത് അധികമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും ഇവിടെ വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ ഒരടുപ്പമുള്ളത് പോലെ, ചിലപ്പോൾ മുൻജന്മത്തിൻ്റെ ആയിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉവ്വേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിന്നു. പുറത്ത് ആ സമയം മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ ചാറ്റിൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ആ ഹോസ്പിറ്റലിലെ അതേ മഴ തന്നെയാണ് കേട്ടോ ഇവിടെയും പെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് അങ്ങനെ നിന്ന സമയത്തുണ്ടായിരുന്ന അതേ മഴ പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ആ, മഴ പെയ്യട്ടെ, മഴയുടെ സീസണല്ലേ, അതിങ്ങനെ പെയ്തോട്ടേന്ന് എന്നവൻ ഒരു പുഞ്ചിരിയോടെ അങ്ങനെ നോക്കിത്തോണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു. നിനക്ക് ഇപ്പോൾ ഇച്ചിരി ഗ്ലാമർ വെച്ചിട്ടുണ്ട് കേട്ടോ, നേരത്തെ കാണുന്നതിനെക്കാട്ടിലും കുറച്ചൊരു ലുക്കായിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ആ, 2 ദിവസം എ സിക്കകത്ത് തന്നെയായിരുന്നു, അതിൻ്റെയാണ്, കുറച്ച് നാൾ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് മാറും
പുറത്തൊക്കെ ഇറങ്ങി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അവൻ തന്നെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത് തന്നെ ചെയ്യ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അവനായിട്ട് വെള്ളം എടുത്തു കൊടുത്തു. അവൻ ആ ഒരു വെള്ളം രുചിയോടെ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. ഞാൻ ഇറങ്ങാണ് കേട്ടോ, ഇനി പിന്നെ ഒരു ദിവസം കാണാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങുമ്പോൾ ഞാൻ ആ വാതിലിൽ നിന്ന് അവനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കഥ കേട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്സ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് മറക്കരുത് കേട്ടോ. പിന്നെ ഇതിന് അടുത്ത ഭാഗം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പുതിയത് വേണമെന്നുണ്ടെങ്കിൽ പുതിയതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം വേറൊരു ദിവസം. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും ശുഭരാത്രി. പിന്നെ ഒന്നും പറയാനില്ല. ബൈ ബൈ.